നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? പാരന്റ്സ് കുട്ടികളെ തീരെ ശ്രദ്ധിക്കരുത് കേട്ടോ ഈ സമയത്ത്. അവർ കളിച്ചോട്ടെ, അവർ നല്ല പോലെ കളിക്കണം. വെക്കേഷനാണ്, ദയവ് ചെയ്ത് അവർക്കെതിരെ പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് ആകെയുള്ള അപേക്ഷയാണത്. ഇങ്ങനെയാണ് പറയേണ്ടത് തുടങ്ങിയാലേ എന്നാണ് വരെയൊക്കെ സ്കൂളൊക്കെ ഒന്ന് തുറന്നിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കുണ്ടല്ലോ, എൻ്റെ ഇടയിൽ വരുന്നൊരു വാക്ക് വളരെ അപകടം പിടിച്ച വാക്കാണ്. പറഞ്ഞു പോയാല് പെട്ട്. കഴിഞ്ഞ ആഴ്ച പെരുന്നാളിന്റെ ശേഷം ഒരു ഉമ്മ എന്നോട് വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ, എൻ്റെ വല്ല അബദ്ധം കൊണ്ട് എൻ്റെ മക്കൾക്ക് എൻ്റെ പ്രാർത്ഥനയിൽ എതിര് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി ദുആ ചെയ്യേണ്ടതിന് എങ്ങനെ ദ്വയർക്കാണ്, അതിനെങ്ങനെ ദ്വയർക്കാണ്? കാരണം കുട്ടികളുടെ കുരുത്തക്കേട് കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് പലതും ആ സമയത്ത് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട്. പോകരുത്. ഒരു ഉമ്മയുടെ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കൾക്ക്. എത്ര കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാലും നമ്മുടെ വായിൽ നിന്ന് ആ കുട്ടികൾക്കെതിരെ ഒരു ശാപം ഉണ്ടാക്കാനാണ് ഇബ്ലീസ് മാക്സിമം ശ്രമിക്കുക. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം അതാണ്. കാരണം അതൊന്ന് കിട്ടിയാൽ മതി, ഓൻ ജീവിതം പോയിക്കോളും, ജീവിതം മൊത്തം നാശമായിക്കോളും. അപ്പൊ ആ ഒരു വാക്കിന് വേണ്ടി ഇബ്ലീസ് നമ്മുടെ പിന്നാലെ നടക്കും. ഇതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു ചെറിയ സംശയമോ പ്രശ്നമോ ഉണ്ടാക്കാനാണ് ഇബ്ലീസ് ഒരു കുടുംബത്തിന് ശ്രമിക്കുക. അതിനൊരു ചെറുത് കിട്ടിയാൽ മതി, ആ ചെറുതുകൊണ്ട് പിന്നെ ആ കുടുംബം കൊളായിക്കോളും. പിന്നെ ഇവള് ചെയ്യുന്ന എല്ലാ നന്മകളും ഇവള് ഇങ്ങനെ എന്ത് ചെയ്യും, ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടും നശിപ്പിച്ചു കളയും. അവനും ഇതേപോലെ എന്ത് ചെയ്യും, നശിപ്പിച്ചു കളയും. കുട്ടികൾ താനം കേടുന്നോയിക്കോളും. അപ്പൊ ഒരു ചെറിയ പണി ഈ രണ്ട് കാര്യങ്ങളും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന ഇബ്ലീസിനെയും മക്കളും ഉമ്മയും വാപ്പയും തമ്മിലുള്ളതിൻ്റെ ഇടയിൽ അവർക്കെതിരെ ചീത്ത പറയുന്ന എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന വാക്കുകളും, ഈ രണ്ട് വാക്കുകളെയും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിൽ കാണണം. ഞാനത് അവിടെ വെക്കുകയാണ്. മദ്രസ വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ വാപ്പയാണെന്ന് പഠിപ്പിക്കുന്ന വേറെ ഏത് എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഉള്ളത്? നിങ്ങൾ ആയിരങ്ങൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന ഒരുപാട് കരിക്കുലങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ വാപ്പയാണെന്നും നിങ്ങളെ ആദരിക്കണമെന്നും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാൻ കൂടെ നിൽക്കണമെന്നും പഠിപ്പിക്കുന്ന വേറെ ഏത് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉള്ളത്? ഏത് കരിക്കുലാണുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോ ഈ ഒരു മദ്രസ സിസ്റ്റം അല്ലാതെ? അപ്പൊ ഇതിനെ ആ ഗൗരവത്തിൽ കാണണ്ടേ? ഞാൻ വാപ്പയാണെന്ന് പഠിപ്പിക്കുന്നിടത്തേക്ക് എൻ്റെ മോനെ പറഞ്ഞേക്കാൻ യൂണിഫോം വേണം, രാവിലെ കുളിപ്പിക്കണോ, ഭക്ഷണം കൊടുക്കണോ. ഞാനതൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു, ഇവിടെയൊക്കെ വളരെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ഡ്രസ്സ് എനിക്ക് കുറേ അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. രാവിലെ രാത്രി ഇട്ട ഡ്രസ്സ് വിയർത്ത് ആ വിയർപ്പുണങ്ങി വീണ്ടും ആ ബനിയനിട്ടിട്ട് മദ്രസയ്ക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ അനുഭവമുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ പറമ്പിൽ കളച്ചുകൊണ്ടിരിക്കുകയാണ്, ജസ്റ്റ് പറമ്പിൽ കളച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് കളച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റോട്ടിൽ നിന്നൊരു സൗണ്ട് കേട്ട്, എന്തോ വണ്ടി ഇടിച്ചതോ എന്തോ ആയിട്ടുള്ള സൗണ്ട് കേട്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഷർട്ട് ഒന്ന് എടുത്തേ പറഞ്ഞിട്ട് നിങ്ങൾ ഷർട്ട് മേടിച്ചിട്ട് അതൊന്ന് ഇതിന്റെ മേലെ ഇട്ട് നേരെ അങ്ങാടിക്ക് ഇറങ്ങി. അവിടെ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ചെറിയൊരു പ്രശ്നമുണ്ട്, അത് തീർന്നു, എല്ലാം തീർന്നു, ആൾക്കാർ പിരിഞ്ഞുപോയി. എന്നിട്ട് നിങ്ങൾ അവിടെ നിൽക്കുകയാണ്. ആ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു ബോധം വരും. എന്താ ബോധം? എൻ്റെ ഉള്ളിലുള്ള ബനിയൻ എന്താണ്? വിയർപ്പിന്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടുന്ന് തടി കഴിച്ചിലാക്കും അല്ലേ? ഉള്ളിലെ ബനിയൻ ആകെ വേർത്തതാണ്, പുറത്തുള്ള ഷർട്ട് മാത്രമേ നല്ലതുള്ളൂ. അതുകൊണ്ട് നമുക്ക് നിൽക്കാനൊരു കംഫർട്ട് ഫീൽ ചെയ്യൂല. എന്നും ഇതേ അവസ്ഥയിൽ മദ്രസയിൽ വരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുന്നത്. മാസത്തിലൊരിക്കൽ മാത്രം അലക്കുന്ന 2 സാധനങ്ങളുണ്ട്. ഒന്ന് മദ്രസയിൽ വരുന്ന കുട്ടിയുടെ പർദ്ദയും ഉമ്മാടെ നിസ്കാര കുപ്പായോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ അല്ല കേട്ടോ, സാധാരണ ഇതിങ്ങനെ രാവിലെ ഇട്ട് ആ ഡ്രസ്സിന്റെ മുകൾക്ക് ഈ പർദ്ദനെ കയറ്റിടും. വന്നു കഴിഞ്ഞാൽ അതാണ് ഊരിട്ട് നേരെ ആങ്കറിലാണ് കൊളത്തിടും. നേരം വെളുത്ത് പോണ നേരത്ത് പിന്നെ ആ സാധനം അങ്ങനെ തന്നെ എടുക്കണം. ഇതിങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടിയിലുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട്.
ഇത് ഈ പ്രസ്ഥാനത്തോട് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം. എന്നിട്ട് ഈ കുട്ടിക്കാണ് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്ന തഹൂർ ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോ ശുദ്ധി, ആ ശുദ്ധിയാണ് ആ കുട്ടി പഠിക്കണേ. ആണ് യേശൂല ആ സാധനം. യേശുണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞേക്കണം മക്കളെ. മക്കൾ അതിനനുസരിച്ച് ആ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞേക്കണം. മദ്രസയുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല ബോധമുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് തിരിയണം. അത്രയും പ്രാധാന്യത്തോടെ അതിനെ കാണുകയും വേണം. മദ്രസയിലെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഉമ്മയുടെ ജാഗ്രത, ആ വിഷയങ്ങൾ ഉമ്മ എത്രമാത്രം ഗൗരവത്തിലാണോ ആ കുട്ടിയോട് പറയുന്നത്, അത്രയും ഗൗരവം അവിടെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ആ കുട്ടിക്ക് ഉണ്ടാകും. ഒരു കല്യാണം വരികയാണ്, അന്നേരം മോള് പറയാണ്, ഞാനിപ്പോ തന്നെ പോരില്ല, ഇന്റെ ഉസ്താദ് ചീത്ത പറയും. അപ്പൊ ഉമ്മ കമാൻഡ്, ഞാൻ ഉസ്താദിനോട് ഞാൻ പറഞ്ഞത്, മറ്റേ റഷി ഉസ്താദിനോട് ഞാൻ പറഞ്ഞത്, ഞാൻ അറിയുന്ന ഉസ്താദാണ്. ഇത് നമ്മൾ വിചാരിക്കും എന്ത് ആ ഒരു ഇതിലാണ് പോയിക്കോളുന്നു. അല്ല, ഇതിനകത്തൊരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്ത്? ആ മദ്രസ പറഞ്ഞ അത്രയൊക്കെ ഉള്ളൂ, ഉമ്മ പറഞ്ഞ് ശരിയാക്കാവുന്ന സാധനമാണ് മദ്രസ. അതിന്റെ ആ പ്രാധാന്യം കുറഞ്ഞുപോയി. അത് വളരെയധികം ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവരുടെ ദീനാണ്, ദീനിന്റെ ഐക്കണാണ്. ഐക്കൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മളിപ്പോ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം കാണുമ്പോലെ അതേപോലുള്ള ഒരു ദീൻ എന്നുള്ളതിന്റെ ഐക്കണാണ് ആര്? ഉസ്താദ് എന്നുള്ള സാധനം. ഉസ്താദ് ചെയ്യുന്നതൊക്കെ ഹലാലും ഉസ്താദ് ചെയ്യാത്തതൊക്കെ ഹറാമുമാണ് കുട്ടികൾക്ക്. അതുകൊണ്ട് ഉസ്താദുമാരെ കുറിച്ച് വീട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഉസ്താദുമാരെ നമുക്ക് എന്തുണ്ടാവും, ഒരു എതിരഭിപ്രായം ഉണ്ടാകും. അല്ലെങ്കിൽ ഉസ്താദുമാർ ചെയ്യുന്ന വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കുറവുകൾ തോന്നുന്നുണ്ടാകും. അന്നേരം അവർ പഠിപ്പിക്കുന്ന മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ കുറിച്ച് ചർച്ച ചെയ്യരുത്. ചർച്ച ചെയ്യുമ്പോൾ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ പിന്നീട് പഠിപ്പിക്കുന്ന ഒരു നന്മയും നിങ്ങളുടെ തലയിൽ കയറില്ല, ആ കുട്ടിയുടെ തലയിൽ കയറില്ല. ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ അത്രയും ഗൗരവത്തിൽ തന്നെ, ഞാനതിങ്ങനെ ദീർഘിപ്പിച്ചു പോകുന്നില്ല, അത്രയും ഗൗരവത്തിൽ തന്നെ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നാണ്. നമ്മൾ പലപ്പോഴും കുട്ടികളെ വളർത്തുന്നത് 4 തരത്തിലാണ്. ഒന്ന്, മക്കളെ നമ്മളെ വളർത്തിയതുപോലെ വളർത്തും. എൻ്റെ രക്ഷിതാക്കൾ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ വളർത്താൻ ശ്രമിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പറയാം, എനിക്കൊക്കെ 4 തല്ലിന്റെ കുറവാണ്, എന്റെ വാപ്പയൊക്കെ എന്നെ എത്ര അടിയടിച്ചിക്കണെന്ന് അറിയോ? ഇങ്ങനെയാ ഒരു പാരന്റിങ് മെത്തേഡ്. ഇത് ശരിയാണോ? വൈ? നമ്മൾ വളർന്ന സിറ്റുവേഷനും ഈ കുട്ടികൾ വളരുന്ന സിറ്റുവേഷനും രണ്ടാ. നമ്മൾ വളർന്ന കാലത്തല്ല ഇവര് വളരുന്നത്. നമ്മൾ വളരുന്ന കാലത്ത് തെറ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ കുറെ കാലവും സമയവും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സിന് താഴെയുള്ള മുകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കാര്യങ്ങൾ അവർ കാണുന്നത് ഏത് പ്രായത്തിലാണ്, ഏത് വയസ്സിലാണ്? ആലോചിച്ച് നോക്കി. എത്രാമത്തെ വയസ്സ് മുതൽ ആ തെറ്റായ കാര്യങ്ങൾ കാണുന്നത്? എന്തായാലും ഒരു 15-16 വയസ്സിന് ശേഷം. അതും അന്നത്തെ കാലത്ത് വല്ല പുസ്തകങ്ങളോ മറ്റോ ഒക്കെ ആയിട്ടാണ് ഉണ്ടാകുക ഹറാമായ കാഴ്ചകൾ കാണുന്നത്. ആ കാഴ്ചകൾ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റൂല. അത്രയും മോശമായ ആളുകളുടെ കൈകളിലൂടെ മാത്രം കൈകാര്യം ചെയ്തു പോകുന്നതാണ്, അല്ലേ? അതിനെ കാണുക, കേൾക്കുക എന്നുള്ളതിന് അത്രയും മാരകമായ തെറ്റായിട്ടാണ് സമൂഹം മൊത്തം വിലയിരുത്തിയിരുന്നത്. തെറ്റുകളിലേക്ക് നമുക്കുള്ള ആക്സസ് വളരെ കുറവായിരുന്നു. അങ്ങനെ തന്നെയല്ലേ? വളരെ അപൂർവമായിട്ടാണ് നമ്മൾ തെറ്റിലേക്ക് എത്തിപ്പെടുള്ളൂ. ഇന്നത്തെ സിറ്റുവേഷൻ എന്താണ്? മക്കളുടെ കൈകളിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? ഏത് പ്രായത്തിലാണ്? 2ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയുടെ കയ്യിലെ ഫോണിലും എന്തുണ്ട്? എല്ലാ വൃത്തികേടുകളും ഉണ്ട്. അവരത് കാണുന്നുണ്ട്. അത് കാണുന്നതിൻ്റെ അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ ധാരാളം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മളെ വളർത്തിയ കാലത്തല്ല നമ്മുടെ മക്കളെ വളർത്തുന്ന കാലം. അതുകൊണ്ട് തന്നെ നമ്മളെ വളർത്തിയതുപോലെ അവരെ വളർത്തിയാൽ നടക്കില്ല. നമ്മൾ കാണുന്ന ലോകമല്ല അവർ കാണുന്ന ലോകം. അവർ കാണുന്ന ലോകം അതിവിശാലമായ ലോകമാണ്. നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ അമേരിക്കയിൽ ഫ്രണ്ട് ഇല്ല,
ഉണ്ടോ? നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കൊറിയല് ഫ്രണ്ട് ഇല്ല. നിങ്ങളെ മക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊറിയല് ഫ്രണ്ട് ഉണ്ടാവും? ഞാൻ തമാശ പറയല്ല, നിങ്ങൾ കുട്ടികളോട് ചോദിച്ചാൽ അവർക്കറിയാം. അവർക്ക് അതിന്റെ ഗ്രൂപ്പുകളുണ്ട്, അതിന് പറ്റിയ സംവിധാനങ്ങളുണ്ട്. ഇന്നത്തെ കുട്ടികൾ പ്രേമിക്കുന്നത് കാസർഗോഡും ആലപ്പുഴയിലും ബാംഗ്ലൂരും ഒക്കെ ഉള്ള കുട്ടികളെയാണ്. നമുക്ക് നമ്മുടെ ബസ്സിൽ കയറുന്ന നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റിയെന്നുള്ളൂ. ഓരോ കേസുകൾ വരുമ്പോൾ, പ്രേമവുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത്. അത്രയധികമാണ് അത്. അന്വേഷിച്ച് നോക്കുമ്പോൾ ചെക്കന്മാരെവിടെ? കൊല്ലത്താണ്, കാസർഗോഡാണ്. എങ്ങനെ ബന്ധം? ഇൻസ്റ്റഗ്രാം. ഈ ഇൻസ്റ്റഗ്രാം എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഈ 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ മാരകമായ ഒരു സോഷ്യൽ മീഡിയയാണ്. നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ മക്കൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ പാസ്വേഡും അവർ എന്താണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് വലിയ അപകടം ചെയ്യും, വലിയ അപകടം ചെയ്യും. ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് അത് കൊണ്ടുവരാം. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് മക്കളുടെ സോഷ്യൽ മീഡിയ എന്നുള്ളത്. കൊടുക്കണ്ട എന്നല്ല, നമുക്കറിയുന്നതേ കുട്ടികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് അപകടമാണ്, വലിയ അപകടങ്ങൾ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വളർന്ന കാലത്തല്ല മക്കൾ വളരുന്നത്. നമ്മളെ വളർത്തിയതുപോലെ അവരെ വളർത്താൻ കഴിയില്ല. രണ്ടാമത്തെ ടൈപ്പാണ് മറ്റുള്ളവർ വളർത്തുന്നത് പോലെ വളർത്തുക എന്നുള്ളത്. മനസ്സിലായ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോൾ അവന് എന്താണ് അവിടെ പ്ലസ് ടുവിന് സയൻസിന് ചേർത്ത്, അപ്പൊ ഞാനും സയൻസിന് ചേർത്ത്. മറ്റവന് അവിടെ ഹിഫ്ലിന് കൊണ്ടാക്കി, ഞാനും അവിടെ കൊണ്ടാക്കി. ഇവനും ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കും ഇങ്ങനെയാണ്. ചില ഉമ്മമാരുണ്ട്, കുട്ടികൾക്ക് ചോറ് ഇങ്ങനെ വേണ്ടെങ്കിൽ ഇങ്ങനെ തൊള്ളിൽ തിരികി കൊടുക്കും. എന്തേ? ഓനക്ക് തിന്നാൻ പറ്റുന്നുണ്ട്, പിന്നെ നടക്ക് തിന്നാൻ പറ്റായി? അത് നടക്കൂല. എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. ഒരു കുട്ടിയെ വളർത്തുന്നത് പോലെ മറ്റേ കുട്ടിയെ വളർത്താൻ ചിലപ്പോൾ നമ്മളെ സ്വന്തം മക്കളെ പോലും കഴിയില്ല. എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവരുടെ തല വേറെയാണ്, അവരുടെ ചിന്ത വേറെയാണ്, അവരുടെ സ്വഭാവങ്ങൾ വേറെയാണ്. നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ കുട്ടികളോട് സാധാരണ ചോദിക്കും, ഈ ടീനേജ് ആയ കുട്ടികൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കുകളിൽ ഒരു വാക്കാണ് എന്താ അവനെ പോലെ കണക്കായാൽ എന്നുള്ളത്. കമ്പാരിസൺ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യമാണ്. മറ്റ ഒരാളെ പോലെ ഈ കുട്ടിക്കാകാൻ കഴിയില്ല, ഷുവറാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യരുത്, അങ്ങനെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യരുത്, മറ്റുള്ളവർ വളർത്തുന്നത് പോലെ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഉണ്ട്, കുട്ടികൾക്ക് തോന്നിയ പോലെ വളർത്തുക. കുട്ടികളുടെ ഇഷ്ടം എന്താണോ അതുപോലെ. ഇവിടെ 10ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? എത്ര ആളാ? 4 ആള്. 2ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഈ 18 2ക്ക് പോയത് 4ക്ക് പോയത് എങ്ങനെയാ? 18 കുട്ടികൾ പഠിക്കുന്ന അതേ മദ്രസയിൽ തന്നെയല്ലേ 10ൽ 4 ആളായത്? എന്തുകൊണ്ടാ അങ്ങനെ ആയത്? അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. ഒരു 8ാം ക്ലാസ് എത്തുമ്പോ ഉമ്മ ഞാൻ മറച്ചി പോണില്ല കേട്ടാ. അപ്പൊ ഉമ്മ എന്താ? ഓളും പോണില്ല ഇവളും പോണില്ല, പിന്നെ ഞാൻ പോവില്ല. എടിയോ, ഈ വർഷം കൂടിയാണ് പൊയ്ക്കോ, ഒരു വർഷം കൂടിയല്ലേ. ഞാൻ പോകൂല എന്ന് പറഞ്ഞാൽ പോകൂല. നീ പറഞ്ഞ ചീത്ത പറയട്ടോ, ഒരു ഒറ്റ വർഷം കൂടി പോയാൽ മതി. അപ്പൊ എന്തായി? ഇപ്പോൾ 9ാം ക്ലാസ്സോട് കൂടെ നിർത്തി. അങ്ങനെ സംഭവിക്കൂ അല്ലേ, ചെറുതായിട്ടൊക്കെ. ഇപ്പൊ ഇത് ആരുടെ ഇഷ്ടത്തിനാ മദ്രസ നിർത്തി? ആരുടെ ഇഷ്ടത്തിനാ മദ്രസ നിർത്തി? ഇത് ഒരു പ്രശ്നത്തിന്റെ ഒരു തുടക്കാണ്. കുട്ടികളുടെ വാശി, കുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത് നമ്മൾ വകവെച്ചു കൊടുക്കുന്നത് ഇനി ഭാവിയിൽ അവർ ഇതേപോലെ വാശി പിടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് കാണണം. ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ, ആ പറഞ്ഞ പ്രശ്നമാവും. എനിക്കതൊന്നും പ്രശ്നമില്ല, ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ, എനിക്ക് ഈ ധൈര്യം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ മദ്രസ നിർത്താൻ വേണ്ടിയിട്ട് ഉമ്മനോട് പറഞ്ഞപ്പോൾ ഉമ്മ അടുത്ത കൊല്ലം മതി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ മനസ്സിലായി ഉമ്മ കുറച്ച് ഞാൻ സമ്മതിക്കും എന്നുള്ളത്. ഞാനിതിനെ എസ്റ്റാഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിന്റെ രൂപം ഇങ്ങനെയൊക്കെ തന്നെയാണ്.
നമ്മൾ ഒരു തലക്കെന്ന് ഇങ്ങനെ സമ്മതിച്ചു തുടങ്ങിയാൽ ഇനി വരാനിരിക്കുന്ന വലിയ 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 കാര്യങ്ങൾക്ക് നമ്മൾ സമ്മതം കൊടുക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്